നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ്വ സ്വാതന്ത്ര്യവും നൽകിയിരുന്നുവെന്ന ജീവനക്കാരുടെ മൊഴി പുറത്തുവന്നു. പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ്. പൂജാ ബുക്കിംഗിലും പ്രത്യേക പരിഗണന നൽകി. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പത്മകുമാറിനോട് ചോദ്യം ചെയ്യുവാനായി ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് 2 ദിവസത്തെ സാവകാശം തേടുകയായിരുന്നു. ഇത് പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അറിഞ്ഞിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചുവെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ബോർഡ് അംഗമാർന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടതെന്നുമാണ് SIT കണ്ടെത്തിയത്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്ന സംശയം നിലവിലുണ്ട്. പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചുവെന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ SITയുടെ പക്കലുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും പത്മകുമാർ ഇതുവരെ എത്തിയിരുന്നില്ല. സമയം പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാനൊരുങ്ങുന്നുണ്ട്. നോട്ടീസിന് ശേഷം ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ഇതിനിടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി സന്നിധാനത്തെ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ഇന്ന് ശേഖരിക്കും. SP S ശശിധരനും സംഘവും കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്തെത്തിയിരുന്നു. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിലെ പൂശിയ സ്വർണവും ചെമ്പും സാമ്പിളുകൾ ശേഖരിക്കും. ഒപ്പം 1998 UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ ഭാഗത്തു നിന്നും സാമ്പിളുകൾ ശേഖരിക്കും. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും ഗുണവും പരിശോധിക്കുവാനാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഉള്ള നീക്കം. ചെമ്പ് പാളികൾ മാറ്റിവെച്ചോ എന്നത് കണ്ടെത്താൻ ചെമ്പ് പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്കും നടത്തും. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടച്ച ശേഷമാണ് തന്ത്രിയുടെ അനുമതിയോടെയുള്ള സാമ്പിൾ ശേഖരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR, അനുബന്ധ മൊഴികൾ തുടങ്ങിയ രേഖകളുടെ പകർപ്പാണ് തേടിയിരിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് റാന്നി കോടതിയിൽ നൽകിയ അപേക്ഷ തള്ളിയതോടെയാണ് കേന്ദ്ര ഏജൻസി ഹൈക്കോടതിയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി സംശയിക്കുന്നുവെന്നും വിശദമായ അന്വേഷണത്തിന് കേസുകളുടെ രേഖകളും വിശദാംശങ്ങളും വേണമെന്നുമാണ് ആവശ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ സാങ്കേതിക ന്യായങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടുവാൻ വാസുവിന്റെ ശ്രമവും നടക്കുന്നുണ്ട്. സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പായത് ക്ലറിക്കൽ പിഴവ് മാത്രമാണെന്നും പാളികൾ പോറ്റിക്ക് കൈമാറാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചപ്പോൾ താൻ കമ്മീഷണർ സ്ഥാനത്തില്ല എന്നുമാണ് വാസുവിന്റെ വാദം. 2018 ഫെബ്രുവരി 1 മുതൽ 2019 മാർച്ച് 14 വരെ മാത്രമാണ് താൻ ചുമതലകൾ വഹിച്ചതെന്നാണ് വാസുവിന്റെ വാദം. കമ്മീഷണർ ആയിരുന്നപ്പോൾ കട്ടിളപ്പാളി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ തന്റെ മുന്നിലെത്തിയ കാര്യം വാസു സ്ഥിരീകരിക്കുന്നുണ്ട്. കേസിൽ വാസു ഗൂഢാലോചന നടത്തിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയിരുന്നു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിലെ 3ാം പ്രതിയാണ് വാസു. അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് സ്ഥാപിക്കാനാണ് വാസുവിന്റെ ഇപ്പോഴത്തെ ശ്രമം. 2019 മാർച്ച് 20 കട്ടിളപ്പാളി പോറ്റിക്ക് നൽകാൻ ബോർഡ് തീരുമാനിക്കുന്നത് താൻ ഓഫീസ് വിട്ട ശേഷമെന്നാണ് വാസുവിന്റെ വാദം. എന്നാൽ 2019 മാർച്ച് 6 സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളിയാക്കി കമ്മീഷണറുടെ കത്ത് ബോർഡിന് പോയത്. എന്നാൽ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിനെ കുറ്റപ്പെടുത്തുവാനാണ് വാസുവിന്റെ ശ്രമം. റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ചെമ്പ് പാളികൾ എന്ന് മാത്രമാണ്, പിന്നീടാണ് സ്വർണം പൂശിയതെന്ന് ചേർത്തിട്ടുള്ളത്. ആദ്യ ഭാഗത്തെ ചെമ്പ് പാളി എന്ന് മാത്രം എഴുതിയതിനാലാകാം കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ബോർഡിന് പോയ ശുപാർശയിൽ ഇക്കാര്യം വിട്ടുപോയതെന്നും പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം സ്വാധീനിക്കില്ല എന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ശബരിമല വിഷയം പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആയുധം മാത്രമാണ്, അത് ജനം തിരിച്ചറിഞ്ഞുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ചാരമംഗലം കുമാരപുരം SNDP ശാഖാ യോഗത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു വെള്ളാപ്പള്ളി. സ്വർണം കട്ടവർ ഓരോരുത്തരായി ജയിലിലേക്ക് പോവുകയാണെന്നുമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 3 മുന്നണികളും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവ സമുദായത്തിന് കാര്യമായ പരിഗണന നൽകിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു.
അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സംഭവങ്ങളിൽ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകില്ലെന്ന് ബോർഡിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ കെ ജയകുമാർ പറഞ്ഞു. ഭക്തരുടെ വിശ്വാസം ഇനി വ്രണപ്പെടില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചുവെന്നത് വാസ്തവമാണ്. ആ സ്ഥിതിക്ക് മാറ്റം വരും. ഭക്തർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് അംഗമായി മുൻ മന്ത്രിയും CPI പ്രതിനിധിയുമായ കെ രാജുവും ചുമതലയേറ്റു. ശബരിമലയിലെ തെറ്റായ പ്രവണതകൾ തിരുത്തുമെന്നും സ്പോൺസർമാരുടെ മേലങ്കി അണിഞ്ഞു വരുന്നവരെ അംഗീകരിക്കില്ലെന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറയുന്നത്. ഭക്തർക്ക് സൗകര്യങ്ങൾ ചെയ്യുകയാണെന്ന തന്റെ പ്രഥമ പരിഗണന. സ്പോൺസർ എന്ന മേലങ്കി അണിഞ്ഞു വരുന്ന എല്ലാവരെയും അംഗീകരിക്കില്ല. അവരുടെ പശ്ചാത്തലങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ നടപടികളിലേക്ക് കടക്കുമെന്നും ജയകുമാർ പറഞ്ഞു. ഇന്നലെ വരെ സൗമ്യനായ ഉദ്യോഗസ്ഥനായിരുന്നു താൻ. ഇനി ആ സൗമ്യത ഉണ്ടാകില്ലെന്നും കെ ജയകുമാർ വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് എല്ലാ സഹായവും ചെയ്യുമെന്നും തനിക്കു ശബരിമലയിൽ ഒരു ദൗത്യമുണ്ടെന്നും അത് താൻ അയ്യപ്പനോടാണ് പറയേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഭരണസമിതി ചുമതലയേറ്റതിന് പിന്നാലെയാണ് ജയകുമാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ദേവസ്വം പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ശബരിമല സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് കെ ജയകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഭക്തരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്പോൺസർ എന്ന പേരിൽ വരുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. അവരുടെ പശ്ചാത്തലം പരിശോധിച്ച ശേഷമേ നടപടികളിലേക്ക് കടക്കൂ എന്നും അദ്ദേഹം വിശദീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെയാണ് പുതിയ ഭരണസമിതി ചുമതലയേറ്റത്. മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ പ്രസിഡന്റായും മുൻ മന്ത്രി കെ രാജു അംഗമായുമാണ് ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങളുണ്ടെന്നും അവരെ പുറത്തു നിർത്തിയതിൽ ചിലർക്ക് വിഷമമുണ്ടെന്നും സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചിരുന്നു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖമിനുക്കൽ ദൗത്യവുമായാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചത്. CPI പ്രതിനിധിയായാണ് മുൻ മന്ത്രി കെ രാജുവും ചുമതലയേറ്റത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇരുവരും പ്രതിജ്ഞയെടുത്ത് അധികാരമേൽക്കുകയായിരുന്നു. വിശ്വാസം വ്രണപ്പെട്ടില്ലെന്ന് ഉറപ്പു നൽകുന്ന പുതിയ അധ്യക്ഷൻ സ്പോൺസർമാരെ അടക്കം നിയന്ത്രിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതിനിടെ ശബരിമലയിൽ അയ്യനെ കൺകുളിർക്കെ കാണുവാൻ മണ്ഡലകാലത്തിൽ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിര. കഴിഞ്ഞ ദിവസം നട തുറന്ന 2 മണിക്കൂറിനുള്ളിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു. സന്നിധാനത്ത് നല്ല തിരക്കാണ് ഇന്ന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത്. സന്നിധാനത്തേക്കുള്ള കാനനപാതകൾ ഇന്ന് തുറക്കും. എരുമേലിയിൽ നിന്ന് അഴുത, കരിമല വഴിയും വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് പുല്ലുമേട് വഴിയുമുള്ള പാതകളാണ് തീർത്ഥാടകർക്കായി ഇന്ന് തുറക്കുക. പുല്ലുമേട് വഴി രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്.